ഹേ ഗേസ് വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രധാനമായിട്ട് ചോദിക്കാറുള്ള കുറച്ച് ടേംസ് ആണ്. എന്താണ് ഫെറൈറ്റ്, എന്താണ് പെർലൈറ്റ്, എന്താണ് ഇറ്റിക്ടോയിഡ് സ്റ്റീല്, ഹൈപ്പർ ഇറ്റിക്ടോയിഡ് സ്റ്റീല്, ഹൈപ്പോ ഇറ്റിക്ടോയിഡ് സ്റ്റീല്, ഇതൊക്കെയാണ്. സോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ചൂട് കൊടുത്തും അതും കൂൾ ചെയ്യിപ്പിച്ചും ഹീറ്റിങ്ങിലൂടെയും കൂളിങ്ങിലൂടെയും ഒരു സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം കൊണ്ടുവന്ന് ഒരു സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസിൽ അതായത് ഒരു സ്റ്റീലിൻ്റെ ഘടന ഒരു സ്റ്റീലിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം കൊണ്ടുവന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസിലൊക്കെ എന്ത് ചെയ്യുന്നു, ചേഞ്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയാം. സോ ആ ഒരു പ്രധാനപ്പെട്ട ടേംസിലേക്ക് നമുക്ക് പോകാം. ആദ്യം പെർലൈറ്റ് എന്താണെന്ന് പറയാം. സിമൻറ്റഡ് കാർബൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്കറിയാമല്ലോ, അയണിൻ്റെയും കാർബണിൻ്റെയും ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റീലിനകത്ത് കാർബൺ അവശേഷിക്കുന്ന ഒരവസ്ഥ, അതായത് അയണിൻ്റെയും കാർബണിൻ്റെയും കെമിക്കൽ കോമ്പൗണ്ടായിട്ടുള്ള സ്റ്റീലിൽ കാർബൺ എക്സിസ്റ്റ് നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മളെന്ന് പറയുന്നത് അയൺ കാർബൈഡ് അഥവാ സിമൻറ്റൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഈറ്റിക്ടോയിഡ് സ്റ്റീൽ അഥവാ പെർലൈറ്റ് എന്നുള്ളതാണ്. ഇവിടെ 0.84% കാർബൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈറ്റിക്ടോയിഡ് അഥവാ പെർലൈറ്റ് സ്റ്റീൽ എന്ന് പറയാം. ഇനി ലെസ് ദാൻ 0.84% കാർബൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹൈപ്പോ ഇറ്റിക്ടോയിഡ് സ്റ്റീൽ എന്നും, മോർ ദാൻ 0.84% കാർബൺ ആണെങ്കിൽ നമുക്കതിനെ ഹൈപ്പർ ഇറ്റിക്ടോയിഡ് സ്റ്റീൽ എന്നും പറയാൻ സാധിക്കും. ഇനി അനീലിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, അവിടെ ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പർ ഇറ്റിക്ടോയിഡ് സ്റ്റീലിന് മെൽറ്റിംഗ് ടെമ്പറേച്ചറിന് താഴെ ഹൈപ്പർ ഇറ്റിക്ടോയിഡ് സ്റ്റീലിന് ലോവർ ക്രിട്ടിക്കൽ അനീലിംഗ് ചെയ്യുമ്പോൾ ഹൈപ്പർ ഇറ്റിക്ടോയിഡ് സ്റ്റീലിലാണെന്നുണ്ടെങ്കിൽ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. ഹൈപ്പോ ഇറ്റിക്ടോയിഡ് സ്റ്റീലാണെന്നുണ്ടെങ്കിൽ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ 30 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും ചാപ്റ്റർ, ഏതെങ്കിലും കണ്ടൻറ്റ് ഇതുപോലെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ IT സംബന്ധമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്